ലോകത്തിലെ തന്നെ വിചിത്രമായ 5 കാറുകൾ. ഹലോ ഫ്രണ്ട്സ്, വിലയും മോഡലും അനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള കാറുകൾ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ വിചിത്രമായ ചില കാറുകളെ കുറിച്ചാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 5, പോപ്പ് മൊബൈൽ. റോമിലെ വത്തിക്കാനിലാണ് പോപ്പ് താമസിക്കുന്നത് എന്നറിയാമല്ലോ. ഇതിൽ എത്ര പേർ പോപ്പിന്റെ വാഹനം ശ്രദ്ധിച്ചിട്ടുണ്ട്? പോപ്പ് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള തുറന്ന വാഹനത്തിലാണ് എത്താറ്. തുറന്ന വാഹനം എന്ന് പറയുമ്പോൾ ഇത് അതീവ സുരക്ഷ ഉള്ളതും ബുള്ളറ്റ് പ്രൂഫും ആണ്. സാധാരണ രീതിയിൽ മെഴ്സിഡീസ് ബെൻസ് ആണ് ആവശ്യമായ രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത്. നമ്പർ 4, 1935 ബുഗാട്ടി കൂപ്പ്. അസാമാന്യമായ ഡിസൈൻ തന്നെയാണ് ഇതിന്റെ പ്രധാന ആകർഷണം. 1935 മോട്ടോർ ഷോയിൽ മാത്രമാണ് ഈ കാർ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് എവിടെയും ഇത് ഉപയോഗിച്ചതായി അറിവില്ല. നമ്പർ 3, 1956 BMW ഇസറ്റ. 1956 നിർമ്മിച്ച BMW ഇസറ്റ കാർ കാഴ്ചയിൽ ഒരു കുഞ്ഞൻ കാർ പോലെയാണ്. കാണാൻ വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സിംഗിൾ സിലിണ്ടർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഏകദേശം 2 ലക്ഷത്തിനടുത്ത് ഈ മോഡൽ കാറുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുഞ്ഞൻ കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? നമ്പർ 2, റീലിയൻ റോബിൻ. ഇംഗ്ലണ്ടിലെ റീലിയൻ മോട്ടോർ കമ്പനി പുറത്തിറക്കിയ ഈ കാറിന് 3 ചക്രം മാത്രമാണുള്ളത്. 1973 ലോഞ്ച് ചെയ്ത ഈ കാറ് അക്കാലത്ത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒന്നായിരുന്നു. നമ്മുടെ മാരുതി കാറുകളോട് ഏറെ സാമ്യം തോന്നുന്ന ഈ കാറുകൾക്ക് വിലയും കുറവായിരുന്നു. നമ്പർ 1, 1962 പീൽ P50. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ കാർ. ഇതിന്റെ നീളം വെറും 135 സെന്റിമീറ്റർ മാത്രമാണ്. ഇതിലും 3 ചക്രങ്ങൾ മാത്രമേ ഉള്ളൂ. 2010 ഈ കാറിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നു. ഏറ്റവും കുറഞ്ഞ പ്രൊഡക്ഷൻ എന്നതിനായിരുന്നു ഈ കാറിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു തകർപ്പൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.